إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായി നൽകിയ നമ്മുടെ സൃഷ്ടിപ്പിലെ അത്ഭുതമാണ്, സവിശേഷതയാണ് ചിന്തിക്കാൻ കഴിയുക, ആലോചനാശേഷി ഉണ്ടാകുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ പലതും ചിന്തിക്കാറുണ്ട്, പലതിനെക്കുറിച്ചും ഉറ്റാലോചിക്കാറുണ്ട്. പല ചിന്തകളും ആലോചനകളും നമ്മുടെ ഉറക്കം കെടുത്താറുണ്ട്. പ്രത്യേകിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കെ പല ആളുകളും പല ചിന്തകളിലുമാണ്. പലർക്കും പുതുവർഷത്തിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചുള്ള ചിന്തയോ അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ പറഞ്ഞതുപോലെ ഓരോ വർഷത്തെയും അഭിമുഖീകരിക്കേണ്ടുന്ന നഷ്ടപ്പെട്ട വർഷത്തെക്കുറിച്ചുള്ള ഓർമ്മകളോ ഇല്ല എന്നതൊരു വശത്തെ യാഥാർത്ഥ്യമാകുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൊട്ടുണർത്തിയ പരിശുദ്ധ ഖുർആനിൽ നിരന്തരം അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ഇബാദത്താകുന്ന നന്മകളാകുന്ന ചിന്തകളുണ്ട്. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് ലഅല്ലക്കും തതഫക്കറൂൻ, ഇപ്രകാരം നിങ്ങൾക്ക് നാം ഇതാ ആയത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു നൽകുന്നു. ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. ഇന്ന ഫീ ദാലിക ലആയാത്ത് ലിഖൗമി യതഫക്കറൂൻ, മുൻഗാമികളുടെ ചരിത്രങ്ങൾ, അതിലെ ഗുണപാഠങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ സൂചിപ്പിക്കപ്പെട്ട വിവരിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ നിങ്ങൾക്ക് ആയത്തുകളുണ്ട്. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന സമൂഹത്തിന്, ഉറ്റാലോചിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അവലം യതഫക്കറു ഫി അൻഫുസിഹിം, മറ്റൊരിക്കൽ അല്ലാഹു സൂറത്തു റൂമിലൂടെ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? നിങ്ങളെക്കുറിച്ച് തന്നെ, നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ, ഉപമകൾ അല്ലാഹു വിശദീകരിക്കുന്നു. മനോഹരമായ ഹൃദയസ്പർശിയായ ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ അല്ലാഹു വ്യക്തമാക്കിയതിനു ശേഷം സൂറത്തുൽ ഹശ്റിലൂടെ അല്ലാഹു ചോദിച്ചു, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, ഇപ്രകാരം മനുഷ്യർക്ക് നാം ഉപമകൾ വിവരിക്കുന്നു. ലഅല്ലഹും യതഫക്കറൂൻ, അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി, അവർ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തകൾ, ആലോചനകൾ, നന്മകളാകുന്ന ഇബാദത്തുകളാകുന്ന
മനോഹരമായ നിമിഷങ്ങളും സാഹചര്യങ്ങളും നമുക്കുണ്ടാകണം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവൻ സൃഷ്ടിച്ച മനുഷ്യരുടെ കൂട്ടത്തിലെ ബുദ്ധിമാന്മാരായിരുന്നു അവർ. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ ദിനരാത്രങ്ങളായി മാറി മറിയുന്നതിലും ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക്, ചിന്താശേഷിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ആ ബുദ്ധിയുള്ളവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വിശേഷിപ്പിച്ച ബുദ്ധിയുള്ളവർ അവർ ആരാണ്? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നവർ, സ്മരിക്കുന്നവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ ഏഴയലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ചിന്തിച്ചുകൊണ്ടവർ പറയുമെന്നാണ്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. ഞങ്ങളുടെ റബ്ബേ, നീ ഇതൊന്നും വൃഥാ സൃഷ്ടിച്ചതല്ലല്ലോ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നീ എത്ര പരിശുദ്ധനാണ്. നിന്നെക്കുറിച്ച് മനുഷ്യർ നന്ദികേടിന്റെ വിശ്വാസവും വിചാരവും വെച്ച് പുലർത്തുന്നതിൽ നിന്ന് നീ എത്രയോ പരിശുദ്ധനാണ്. നിനക്ക് പങ്കു ചേർക്കുന്നതിൽ നിന്ന് നീ എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അതിനാൽ കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന അല്ലാഹുവിന്റെ സൃഷ്ടിപ്പും പ്രപഞ്ചത്തിൽ അവൻ കൊരുത്തുവച്ച അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും കണ്ടുകൊണ്ട് ഉരിയാടുന്നവർ, ദുആഇന്റെ മന്ത്രങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തുന്നവർ, അവരാണ് ബുദ്ധിയുള്ളവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള ആലോചനകൾ എല്ലാ നന്മയുടെയും താക്കോലാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ എല്ലാ വിജയത്തിന്റെയും എല്ലാ സുഹൃതത്തിന്റെയും അടിത്തറയാണ്, എല്ലാ ശ്രേഷ്ഠതയുടെയും മാന്യതയുടെയും ഉറവകളാണ്. وهو من عبوديات القلب العظيمة الجليلة وهو ينقل الإنسان من الغفلة إلى اليقظة. അതേ ഹൃദയത്തിൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകളും ആലോചനകളും വേരുറപ്പിച്ചു കഴിഞ്ഞാൽ അവനാണ് അള്ളാഹുവിനോടുള്ള അടിമത്തം സാക്ഷാത്കരിക്കുന്ന യഥാർത്ഥ ഉബൂദിയത്തിന്റെ നിലവാരത്തിൽ ഉയരുന്നവൻ. وهو ينقل الإنسان من الغفلة إلى اليقظة. ഈ ചിന്തകൾ അശ്രദ്ധയിൽ നിന്ന് മനുഷ്യനെ ഉണർവിലേക്ക് നയിക്കും. വമിനൽ മഅസിയതി ഇല ത്വാഅ. ധിക്കാരത്തിൽ നിന്ന്, അല്ലാഹുവിനോടുള്ള അനുസരണക്കേടിൽ നിന്ന് അല്ലാഹുവിനെ വഴിപ്പെടുന്നതിലേക്ക് നയിക്കും. നിന്ദതയിൽ നിന്ന് മനുഷ്യനെ പ്രതാപത്തിലേക്ക് നയിക്കും. മോശത്തരങ്ങളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടുന്ന ഉന്നതമായ പദവിയിലേക്ക് അവനെ ഉയർത്തും. അവൻ അധമത്വത്തിൽ നിന്ന് ഉയർച്ചയിലേക്കും ഔന്നത്യത്തിലേക്കും നയിക്കപ്പെടും. ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ മുൻഗാമികൾ, സലഫു സ്വാലിഹീങ്ങൾ, സഹാബത്തും താബിഈങ്ങളും താബിഉ താബിഈങ്ങളും മുന്നടക്കുന്ന സലഫുകൾ, അവരുടെ ചിന്തകൾ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ധാരാളം ആധാറുകൾ അവരിൽ നമുക്ക് വായിച്ചെടുക്കാം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, മാ റഅസു ഹാദ ദീനി വസലാഹുഹു ഇല്ല തഫക്കുർ. ഈ ദീനിന്റെ ശിരസും ഈ ദീനിന്റെ നന്മയും സുഹൃതവും കുടികൊള്ളുന്നത് തഫക്കുറിലാണ്, ചിന്തയിലാണ്, ആലോചനയിലാണ്. എങ്ങനെയുള്ള ചിന്തകൾ? നാം നേരത്തെ സൂചിപ്പിച്ച ചിന്തകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവതരിപ്പിച്ച ആയത്തുകളെ കുറിച്ചുള്ള ചിന്തകൾ, ഖുർആനിനെ കുറിച്ചുള്ള ചിന്തകൾ, പ്രപഞ്ചത്തിൽ അവൻ സൃഷ്ടിച്ചു വെച്ച അത്ഭുതങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, അത് ദീനിന്റെ നന്മയുടെ അടിത്തറയാണ് എന്ന് അദ്ദേഹം പറയുന്നു. മഹാനായ താബിഈ വര്യൻ അൽ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ ഫിക്റു അബൂ കുല്ലി ബിർരിൻ വ ഉമ്മുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള, അവന്റെ ദീനിനെ കുറിച്ചുള്ള, അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഈ മനോഹരമായ ചിന്തകൾ അതെല്ലാ നന്മയുടെയും പിതാവും മാതാവുമാകുന്നു. വമിഫ്താഹു ഖിലാലിൽ ഖൈരി കുല്ലി. സർവ്വ നന്മകളുടെയും താക്കോലുമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പിന്നെയും അദ്ദേഹം പറഞ്ഞു,
അത്തഫക്കുറു മിർആത്തുൻ തുരീക ഹസനാതിക വസയ്യിആതിക. ഇങ്ങനെയുള്ള ചിന്തകൾ, നന്മകളെക്കുറിച്ചുള്ള, സുഹൃതങ്ങളെക്കുറിച്ചുള്ള, ആത്മവിചാരണയെക്കുറിച്ചുള്ള ചിന്തകൾ, മിർആത്തുൻ തുരീക ഹസനാതിക വസയ്യിആതിക, നിന്റെ നന്മകളും നിന്റെ തിന്മകളും നിനക്ക് വ്യവച്ഛേദിച്ച് നൽകുന്ന, നിന്റെ മനസ്സിൽ തിന്മകളും നന്മകളും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാകുന്നു ഇത്തരത്തിലുള്ള ചിന്തകളെന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പിന്നെയും പറയുന്നു. അൽ-ഇമാം ഖത്താദ റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മൻ തഫക്കറ ഫീ നഫ്സിഹി അറഫ അന്നമാ ലുയിനത് മഫാസിലുഹു ലിൽ ഇബാദ. ആരാണോ തന്റെ നഫ്സിനെ കുറിച്ച്, തന്റെ അസ്തിത്വത്തെക്കുറിച്ച്, തന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, താനെന്തിന് സൃഷ്ടിക്കപ്പെട്ടു, താനെന്തിനിവിടെ ജനിക്കപ്പെട്ടു, താനെന്തിനിവിടെ ജീവിക്കുന്നു, എന്തിനാണ് മരണം എന്ന ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള, തന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വീണ്ടും വിചാരമുള്ളവനാരാണോ, അറഫ അന്നമാ ലുയിനത് മഫാസിലുഹു ലിൽ ഇബാദ, അവൻ തിരിച്ചറിയും തന്റെ എല്ലുകളും തന്റെ ശരീരവും തന്റെ സന്ധികളും തന്റെ സിരയും തന്റെ രക്തവും തന്റെ മജ്ജയും തന്റെ ശരീരത്തിലെ ഓരോ ഇഞ്ചും അവയവങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിന് കീഴൊതുങ്ങാൻ, അവനെ ഇബാദത്ത് ചെയ്യാനാണെന്നവൻ മനസ്സിലാക്കപ്പെടും എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാ അത്തസ്തുരി റഹിമഹുല്ലാ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, തഫക്കറൂ വഅലമു മിൻ ഖബ്ലി അൻ തൻദമു. നിങ്ങൾ ചിന്തിക്കുക, നല്ല ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊരുത്തു വെക്കുക, നടേ സൂചിപ്പിക്കപ്പെട്ട പ്രകാരമുള്ള ചിന്തകൾ. വഅലമു മിൻ ഖബ്ലി അൻ തൻദമു, തിരിച്ചറിവുള്ളവരാകുക, ഖൽബിൽ ഉൾക്കാഴ്ചയുള്ളവരാകുക. ഖേദിക്കപ്പെടുന്നതിന് മുമ്പ്, നഷ്ടബോധം നിങ്ങളെ പിടിച്ചു കുലുക്കുന്നതിന് മുമ്പ് നല്ല ചിന്തകൾ, അതിൽ വീണ്ടും വിചാരമുള്ളവരാകുക. വലാ തഖ്തറൂ ബിദ്ദുനിയ, ആ നല്ല ചിന്തകളിൽ അദ്ദേഹം എണ്ണി പറയുന്നു, ആ നല്ല ചിന്തകളിൽ സ്ഥാനം പിടിക്കേണ്ടത് ദുനിയാവല്ല, ദുനിയാവിന്റെ വഞ്ചിക്കുന്ന ചിന്തകൾ നിങ്ങളെ അലട്ടരുത്. കാരണം ഫഇന്ന സ്വഹീഹഹാ സഖീമുൻ, ദുനിയാവിലെ ആരോഗ്യവാൻ, ദുനിയാവിലെ ആരോഗ്യം പിന്നീട് രോഗബാധിതനാകും. ദുനിയാവിലെ ആരോഗ്യം ക്ഷയിക്കുന്ന രോഗബാധിതനാകുമടോ. വജദീദഹാ യബ്ല, ഇതിലെ പുത്തൻ കാര്യങ്ങൾ, ഇതിലെ പുതുമകളെല്ലാം പഴഞ്ചനായി പോകുമടോ. വനഈമഹാ യഫ്ന, ഇതിലെ അനുഗ്രഹങ്ങളെല്ലാം നശിച്ചു മണ്ണടിഞ്ഞു പോകുമടോ. വശബാബഹാ യഹ്റം, ഇതിലെ യുവാക്കളെല്ലാം, യുവത്വത്തിന്റെ ചുറുചുറുക്കെല്ലാം വാർദ്ധക്യദശയിൽ വീടിന്റെ മൂലയിൽ തളച്ചിടപ്പെടുമടോ. ഇല്ല അന്നന്നാസ ഖദ് താബഉ ബൈന ദറാഹിമി വദനാനീർ, എന്നാലും മനുഷ്യന്മാർ ദീനാറിന്റെയും ദിർഹമിന്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും നോട്ടുകെട്ടുകൾക്ക് പിന്നാലെ പായുകയാണ്. അവർ സമ്പത്തിന്റെ പിന്നാലെ അനുഗമിക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ നല്ല നീയത്തുകൾ മനസ്സിൽ സ്വരുക്കൂട്ടുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പരലോകത്തേക്ക് പാതേയമായി സ്വരുക്കൂട്ടുകയും ചെയ്താലല്ലാതെ അവന് നന്മയില്ല. ഈ ചിന്തകളാകട്ടെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കേണ്ടത് എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അത്തഫക്കുറു മിഫ്താഹുർ റഹ്മ, കാരുണ്യത്തിന്റെ താക്കോലാണ് ഇത്തരത്തിലുള്ള സദ്വിചാരങ്ങൾ, നല്ല ചിന്തകൾ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അലാ തറ അന്നഹു യതഫക്കറു ഫയതൂബ്, ചിന്തിക്കുന്നവൻ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, തന്റെ പാപക്കറകളെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, തന്റെ വീഴ്ചകളെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, പരലോകത്തെ വിചാരണയെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, ഖബറിലെ ഏകാന്തവാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, വിചാരണയെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, സ്വർഗനരകങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, സിറാത്ത് എന്ന പാലത്തിലൂടെ സഞ്ചാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ. അലാ തറ അന്നഹു യതഫക്കർ വയതൂബ്, അവന്റെ ചിന്തകൾ അവനെ തൗബയെ പ്രേരിപ്പിക്കുന്നതായി നീ കാണുന്നില്ലയോ? അതുകൊണ്ട് ചിന്തകൾ എന്നത് അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് അനുകൂലമാകാൻ, നിനക്ക് പാപമോചനം ലഭിക്കപ്പെടാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ നിന്നെ സഹായിക്കുന്നതായി നിനക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ചിന്തിക്കടോ എന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അൽ ഫിക്റതു ഫീ നിഅമില്ലാഹി മിൻ അഫ്ളലിൽ ഇബാദാത്ത്, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് നിന്റെ ശരീരത്തിലെ ഓരോ ഇഞ്ചുകളും കണക്കെ, നിന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ കണക്കെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ പുൽക്കൊടിയും കണക്കെ, കടൽ തീരത്തുള്ള ഓരോ മണൽത്തരികളും കണക്കെ, ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന ഓരോ മഴത്തുള്ളിയും കണക്കെ, ഈ പ്രപഞ്ചത്തിലെ വൃക്ഷങ്ങൾ കണക്കെ, അതിലിലകൾ കണക്കെ, ഓരോ ധാന്യമണികളും കണക്കെ, പറവകളും മൃഗങ്ങളും ജീവജാലങ്ങളും കണക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തുവച്ച
അള്ളാഹു വാരി വർഷിച്ച അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. വഹിയ മിൻ അഫ്ളലിൽ ഇബാദാത്ത്, അത് ഇബാദത്തിന്റെ ഇനങ്ങളിൽ, ഹൃദയം കൊണ്ട് നീ ചെയ്യുന്ന ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഈ ചിന്തകൾ ഓരോ വർഷവും, ഓരോ ദിനരാത്രങ്ങളും, ഓരോ രാവും പകലും പിന്നിടുമ്പോൾ മുസ്ലിമിന്റെ ഹൃദയത്തിൽ വളർന്നു പടർന്നു പന്തലിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലാണ്, നമ്മുടെ ജീവിതം വൃഥാവിലാണ്. കാരണം നല്ല ചിന്തകളാണ് നല്ല ഉദ്ദേശങ്ങളിലേക്ക് നയിക്കുന്നത്, നല്ല ഉദ്ദേശങ്ങളാണ് നല്ല തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്, നല്ല തീരുമാനങ്ങളാണ് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച മനോഹരമായ ഹദീസ്, പ്രവർത്തനങ്ങളെല്ലാം നല്ല വിചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുക. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ആരാണോ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവർക്ക് ലഭിക്കുക. നന്മയായും തിന്മയായും അവന്റെ ജീവിതത്തിൽ പരലോകത്തേക്കുള്ള പാഥേയമായി സ്വരുക്കൂട്ടാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചിന്തകൾ, നന്മകളാകുന്ന ചിന്തകൾ, ഇബാദത്തുകളാകുന്ന ചിന്തകൾ മരിക്കുവോളം മനസ്സിൽ വളർത്തുന്ന ശരിയായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? എന്തിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നന്മകളായും ഇബാദത്തുകളായും നമുക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കുക? ഉലമാക്കൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ധാരാളം സംസാരിച്ചതായി നമുക്ക് കാണാം. വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഫമൻ തഫക്കറ ഫി അദമത്തില്ലാഹ്, ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. മുൻഗാമികളിൽ ചില സഹാബത്തിൽ മൗഖൂഫായി സ്ഥിരപ്പെട്ട ചില ഹദീസുകളിൽ പോലും വന്നതായി കാണാം. തഫക്കറു ഫി ഖൽഖില്ലാഹ് ഔ തഫക്കറു ഫി അളമത്തില്ലാഹ് വലാ തഫക്കറു ഫി ദാത്തില്ലാഹ്. അല്ലാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ സത്തയെക്കുറിച്ച്, അല്ലാഹു എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വത്തെക്കുറിച്ച്, അവനിലേക്ക് വഴിയടയാളങ്ങളായി ഇവിടെ സ്ഥാപിച്ചു വച്ച ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അള്ളാഹുവിന്റെ ആയാത്തുകളെക്കുറിച്ച്, അതറിയിക്കുന്ന അവന്റെ വലുപ്പത്തെക്കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ ഔന്നത്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എങ്കിൽ നിനക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും വലുപ്പത്തെക്കുറിച്ചും അവന്റെ കഴിവിനെക്കുറിച്ചും അവന്റെ ഔന്നത്യത്തെക്കുറിച്ചും ചിന്തിച്ചാൽ അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ അവനെ നിനക്ക് കണ്ടെത്താൻ സാധിക്കും, നിനക്കറിയാൻ സാധിക്കും. അവൻ സകല സൃഷ്ടികളെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവും കഴിവും ശക്തിയുമുള്ളവനാണ്. ഒരു രഹസ്യവും അവന്റെ അടുക്കൽ രഹസ്യമല്ല. സമീഉൻ ബസീർ, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണവൻ. അലീമുൻ ഖദീർ, എല്ലാം അറിയുന്നവനും എല്ലാ ശക്തിയും ഉടയവനുമാണവൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ ഈ ചിന്ത നിനക്ക് നൽകുന്ന സമ്മാനം എന്താണ്? ഈ ചിന്ത കൊണ്ട് നിനക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? ആ റബ്ബിനെ മറച്ചുവെച്ച്, ആ റബ്ബ് കാണാതെ, ആ റബ്ബ് അറിയാതെ, അവൻ കേൾക്കാതെ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് അള്ളാഹുവിന്റെ മഹത്വം എന്ന ചിന്ത നിന്റെ ഹൃദയത്തിൽ മതിച്ചുവെങ്കിൽ നിനക്കെങ്ങനെയാണ് അവനെ ധിക്കരിക്കാൻ സാധിക്കുക? അവൻ ഹറാമാക്കിയൊരു തിന്മ ഇങ്ങനെ നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കും? അവൻ ഹറാമാക്കിയത് എങ്ങനെ നിനക്ക് കേൾക്കാൻ സാധിക്കും? അവൻ ഹറാമാക്കിയ കാഴ്ചകൾ എങ്ങനെ നിനക്ക് കാണാൻ സാധിക്കും? ആര് കണ്ടില്ലെങ്കിലും, ആരെന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അവൻ അറിയുന്നു, കേൾക്കുന്നു, അവൻ എന്നെ വീക്ഷിക്കുന്നു എന്ന ചിന്ത അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധമുള്ളവർക്ക് ഹൃദയത്തിലുണ്ടാകും.
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അല്ലാഹുവിനെ അറിഞ്ഞവരെ കുറിച്ച് പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ അറിയുന്നവർ ഇവർ മാത്രമാണ്. അല്ലാഹുവിന്റെ മഹത്വം അറിഞ്ഞ, അല്ലാഹുവിനെ കുറിച്ച് പഠിച്ച, അല്ലാഹുവിന്റെ ദീൻ ശരിയായി പഠിച്ച അറിവുള്ളവർ മാത്രമാണ് അല്ലാഹുവിനെ ഭയപ്പെടുക എന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ ആദ്യം സ്ഥാനം പിടിക്കേണ്ടത് അല്ലാഹുവിന്റെ മഹത്വമാണ്, അവന്റെ വലുപ്പമാണ്, അവന്റെ ഔന്നിത്യമാണ്, അവന്റെ തൗഹീദാണ്, അവന്റെ നാമഗുണ വിശേഷണങ്ങളാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, തഫക്കുറുൻ ഫിൽ ആഖിറ, ആഖിറത്തെ കുറിച്ച് നശിക്കാത്ത സ്വർഗനരകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പരലോക ജീവിതത്തെക്കുറിച്ചുള്ള, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ആഖിറമാണ് ഓരോ വർഷവും ഓരോ ദിനരാത്രങ്ങളും പിന്നിടുന്തോറും നമ്മിലേക്ക് അടുത്തു വരുന്നത്. അതുകൊണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആഘോഷിക്കാനുള്ള ത്വരയല്ല ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകേണ്ടത്. എങ്ങനെ അടിച്ചു പൊളിക്കാം, കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം എങ്ങനെ കളർഫുള്ളാക്കാം എന്ന ചിന്തയല്ല. മറിച്ച് ബുദ്ധിയുള്ള മുസ്ലിം, നേർബുദ്ധിയുള്ള മുസ്ലിം, അവന് വിഷമമാണ്, അവന് പ്രയാസമാണ്, അവന് ഖേദമാണ്, നഷ്ടബോധമാണ്, നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള വീണ്ടും വിചാരമാണ്, ആത്മവിചാരണയാണ്. കാരണം അവന്റെ ആയുസ്സിൽ നിന്നൊരു വർഷം കൊഴിഞ്ഞു പോയിരിക്കുന്നു. ആയുസ്സിൽ നിന്നൊരു വർഷം അവൻ ഖബറിലേക്ക് ഒരു വർഷത്തേക്ക് അടുത്തിരിക്കുന്നു. അവന്റെ അവധി ഒരു വർഷം കൂടി പുറകോട്ട് പോയിരിക്കുന്നു. കൂടുതൽ അവൻ പരലോകത്തേക്ക് ശരവേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയാണത്. അതുകൊണ്ട് ആഖിറത്തെക്കുറിച്ചുള്ള ഓർമ്മ, എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത പരലോകത്തെക്കുറിച്ചുള്ള അനശ്വരമായ, നിത്യനിതാന്തമായ, മരണമില്ലാത്ത, അറ്റമില്ലാത്ത, അനന്തമായ ആഖിറത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. മരിക്കുമെന്ന ചിന്ത നമ്മുടെ കൽബിനെ പിടിച്ചു കുലുക്കട്ടെ. ഖബറിലെ ഏകാന്തതയെക്കുറിച്ചുള്ള വീണ്ടും വിചാരം നമ്മുടെ തിന്മകളിൽ നിന്ന് നമ്മെ അടക്കി നിർത്തട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ചിന്തകൾ ഉണ്ടായാൽ, ആഖിറത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും മരണത്തെക്കുറിച്ചുമെല്ലാം ചിന്തയുണ്ടായാൽ അതെന്താണ് നമുക്ക് സമ്മാനിക്കുക? മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ, പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കാൻ നമ്മെ സഹായിക്കും. നന്മകൾ അധികരിപ്പിക്കാൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അത് നമ്മെ സഹായിക്കും. ഇതാണ് രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്ത, വമൻ തഫക്കറ ഫി ഹവാനി ദുനിയ വഹഖാറതുഹാ വസുർഅത സവാലിഹാ വതസറുമിഹാ ഫഇന്നഹു ലൻ യജ്അലഹാ അക്ബറ ഹമ്മിഹി വല മബ്ലഗ ഇൽമിഹി. ദുനിയാവിന്റെ നൈമിഷികതയെക്കുറിച്ച് നമുക്കേറെ പ്രിയമെന്ന് തോന്നുന്ന, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളിൽ സ്ഥാനം പിടിച്ച, വേരൂന്നിയ ഈ നശിക്കുന്ന ദുനിയാവുണ്ടല്ലോ, നശ്വരമായ ദുനിയാവ്, പെട്ടെന്ന് അവസാനിക്കുന്ന ദുനിയാവ്, പുതുമഴയത്ത് മുളച്ചു പൊന്തിയ കേവലം പച്ചപ്പെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച കളിയും വിനോദവും അലങ്കാരവും പെരുമയും പൊങ്ങച്ചവുമാകുന്ന ഈ ദുനിയാവ്, സ്ത്രീകളും സമ്പത്തും ഘോരമായ ഫിത്നകൾ ഈ ഉമ്മത്തിന് സമ്മാനിക്കുന്ന ദുനിയാവിന്റെ ഈ ഹരിതാപമുണ്ടല്ലോ, കേവലം നൈമിഷികമായി പളവളപ്പ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അതിന്റെ നിസാരതയെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നു. ആ ചിന്തകൾ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ ദുനിയാവ് നിന്റെ ആത്യന്തികമായ ലക്ഷ്യമായി മാറുകയില്ല. ഈ ദുനിയാവിന് വേണ്ടി, നശിക്കുന്ന ദുനിയാവിന് വേണ്ടി നീ നശിച്ചൊടുങ്ങുന്നവനാകുകയില്ല. നശിക്കുന്ന ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിക്കുന്നവനായി, മൃഗങ്ങളെക്കാൾ അതപ്പതിക്കുന്നവനായി നീ മാറുകയില്ല. അതുകൊണ്ട് നിന്റെ ചിന്തകളിൽ ദുനിയാവിന്റെ നിസാരത സ്ഥാനം പിടിക്കട്ടെ. നാലാമത്തെ കാര്യം, വമൻ തഫക്കറ ഫി ദുനൂബ്, നിന്റെ പാപങ്ങളെ കുറിച്ച് നീ ആലോചിക്കുക. ഒരു വർഷം പിന്നിട്ടു എന്ന് നീ ആത്മനിർവൃതി അടയുന്നതിന് മുമ്പ് ആത്മവിചാരണ കൊണ്ട് നിന്റെ പാപങ്ങളെ നീ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക. കഴിഞ്ഞ വർഷം അള്ളാഹു അവൻ എനിക്ക് ഹറാമാക്കിയ എന്തെല്ലാം ഹറാമുകൾ ഞാൻ ചെയ്തു, എന്റെ കണ്ണുകൊണ്ട്, എന്റെ കാതുകൊണ്ട്, എന്റെ ഹൃദയത്തിലെ ചിന്തകൾ കൊണ്ട്, എന്റെ വിചാരങ്ങൾ കൊണ്ട് ഞാൻ എന്തെല്ലാം തിന്മകൾ പ്രവർത്തിച്ചു. നിന്റെ പാപങ്ങളെ കുറിച്ച്, നീ ചെയ്തു കൂട്ടിയ ഹറാമുകളെ കുറിച്ച്, തോന്നിവാസങ്ങളെ കുറിച്ച്, ആൾക്കൂട്ടത്തിലും ജനമധ്യത്തിലും നിന്റെ ഏകാന്തതയിലും നീ ആരോടൊക്കെ എന്തെല്ലാം പ്രവർത്തിച്ചോ, അള്ളാഹുവിനോട് നീ പ്രവർത്തിച്ചതിനപ്പുറത്ത് നിന്റെ സഹയാത്രികരോട്, നിന്റെ കൂട്ടുകാരോട്, നിന്റെ കുടുംബക്കാരോട്, മാതാപിതാക്കളോട്, മക്കളോട്, വേണ്ടപ്പെട്ടവരോട്, ആദർശ സുഹൃത്തുക്കളോട് വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, സംസാരം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് എന്തെല്ലാം സംഭവിച്ചോ നീ വിചാരണ ചെയ്യുക. നിന്റെ തിന്മകൾ
നിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കും. എങ്കിൽ ആ തിന്മകളിൽ നടങ്ങാൻ, അള്ളാഹുലേക്ക് തൗബ ചെയ്യാൻ അതിനെ പ്രേരിപ്പിക്കും. അഞ്ചാമതായി പറയട്ടെ സഹോദരങ്ങളെ, നിന്റെ ഇബാദത്തുകളെ കുറിച്ച് ചിന്തിക്കുക. അതാണ് അള്ളാഹു നിന്നെ പടച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ദുനിയാവിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനോ, ഒരുപാട് തലമുറകൾക്കുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനോ, വലിയ മണിമാളികകൾ കെട്ടിപ്പടുക്കാനോ അല്ല അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. അതെല്ലാം വേണ്ട എന്നല്ല, അതുണ്ടാകണം. അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ അത് വിനിയോഗിക്കണം. പക്ഷെ അതല്ല ഒരു മുസ്ലിമിന്റെ ആത്യന്തികമായ ലക്ഷ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. നിന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നിന്റെ സുന്നത്ത് നിസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്? നീ നിർബന്ധമായും ചെയ്യേണ്ടുന്ന സാമ്പത്തികമായ ബാധ്യതകളെ കുറിച്ചുള്ള നിന്റെ ചിന്ത എന്താണ്? നീ എന്തെല്ലാം ജീവിതത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയതിൽ വീഴ്ച വരുത്തി? നിന്റെ ഇബാദത്തുകളെ കുറിച്ച്, നിന്റെ പ്രാർത്ഥനകളെ കുറിച്ച് അള്ളാഹുവിനോട് എത്ര കണ്ട് ദുആ ചെയ്യാൻ നിനക്ക് സാധിച്ചു? അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുന്ന നിത്യജീവിതത്തിലെ ദിക്റുകൾ എത്ര കണ്ട് ജീവിതത്തിലുണ്ട്? കഴിഞ്ഞ റമദാനിന് ശേഷം ഒരാവർത്തി പോലും ഇതാ അടുത്ത റമദാൻ എത്താനായിരിക്കുന്നു, ഖുർആൻ എത്ര തവണ നീ പാരായണം ചെയ്തു? നാട്ടിലെ വർത്തമാനങ്ങൾ, അനാവശ്യമായ സംസാരങ്ങൾ നിന്റെ നാവിൽ തത്തിക്കളിക്കുമ്പോൾ അള്ളാഹുവിന്റെ കലാമായ അവന്റെ സംസാരമാകുന്ന ഖുർആൻ നിന്റെ നാവിൽ എത്രത്തോളം സ്ഥാനം പിടിച്ചു? ഇങ്ങനെ നിന്റെ ഇബാദത്തുകളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ള നിർബന്ധമായ ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കുക. അതിലെ വീഴ്ചകൾ പരിഹരിക്കാൻ അതിനെ പ്രേരിപ്പിക്കും. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം ഞാൻ നേരത്തെ പറഞ്ഞു. അവൻ പ്രപഞ്ചത്തിൽ കൊടുത്തു വച്ച അത്ഭുതങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിന്റെ മനോഹാരിതയെക്കുറിച്ച് ചിന്തിക്കുക. ടൂർ പോകാനും വിനോദയാത്ര നടത്താനുമെല്ലാം നമുക്ക് വലിയ ആഘോഷത്വരയാണ്, വലിയ താല്പര്യമാണ്. അതിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു വച്ച പാഠങ്ങൾ അത് ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയും അള്ളാഹുവിന് വഴിപ്പെടുകയും ചെയ്യുക എന്നത് അതിൽ നമുക്ക് ലഭിക്കുന്ന മഹത്തായ ഗുണപാഠമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ആലോചിക്കുക. അതിനുമപ്പുറത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത, എണ്ണാൻ നീ തുനിഞ്ഞാൽ നിനക്കെണ്ണാം, പക്ഷെ തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര അനുഗ്രഹങ്ങൾ നിന്റെ ശരീരത്തിൽ പോലും നിനക്ക് എണ്ണിയെടുക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ചിന്തിക്കുന്നവരെ കുറിച്ചാണ് ബുദ്ധിയുള്ളവർ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പാഠമാകുന്നവർ എന്ന് വിശേഷിപ്പിച്ചത്. അള്ളാഹു ഇത്തരത്തിലുള്ളവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.